ഭക്ഷണം കഴിക്കുന്നില്ലേ രണ്ടാളും? ആ ആ ഭക്ഷണം കഴിക്കാനുള്ള കോലത്തിലായി അല്ലേ? എങ്കി പിന്നെ കഴിക്കാം. ഓക്കേ. ആ കഴിച്ചേക്കാം. നന്ദിനി എന്താ നിക്കുന്നേ? അല്ല, നിങ്ങള് കഴിക്കേ, ഞാൻ കഴിച്ചോളാം. അതെ, വേലക്കാരി ചമയലൊക്കെ അവിടെ. ഇവിടെ നമ്മള് 4 പേരും തുല്യരാ. ഇരിക്കും പെണ്ണെ അവിടെ. ആരതി, നിനക്ക് ഇത്ര നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ? എന്താ ടേസ്റ്റ്? ഇതുപോലെ ടേസ്റ്റില് ഞാൻ ഇതിനു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടുള്ളതേ ഇവരുടെ നാട്ടിൽ പോയിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചപ്പോഴാ. എങ്കിലേ ആ ക്രെഡിറ്റ് അങ്ങ് ഭാര്യയ്ക്ക് തന്നെ കൊടുത്തേക്ക്. ഞാനിതൊക്കെ അരിഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. പാചകത്തിന്റെ ശില്പി നന്ദിനിയാ. ആഹാ, അത് പറ. എന്റെ സൂര്യ, സത്യം പറഞ്ഞ നന്നായിട്ട് ഭക്ഷണം വെക്കുന്ന ഒരാളെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിലേ നമ്മള് കഴിഞ്ഞ ജന്മത്തില് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ പറഞ്ഞു വരുന്നത് ഞാൻ വയ്ക്കുന്നതൊന്നും അത്ര നല്ലതല്ലെന്നല്ലേ? അയ്യോ അല്ല, നീ വെക്കുന്നതാണ് കറക്റ്റ്. പക്ഷെ നന്ദിനി വെക്കുന്നത് അതിനേക്കാളും ഒരല്പം കൂടി കറക്റ്റ്. കണ്ടോ കണ്ടോ, ഭാര്യയെ പേടിയുണ്ടോ? ഭാര്യ ഭർത്താവിനെ പേടിക്കുന്നതും ഭർത്താവ് ഭാര്യയെ പേടിക്കുന്നതും ഒക്കെ നല്ലതാ. അതിനെന്താ ആദ്യം വേണ്ടതെന്നറിയോ? 2 പേരും തമ്മില് സ്നേഹം ഉണ്ടാവണം. എല്ലാരും കഴിച്ചേ. കഴിക്കടാ. ഇവരുടെ സംസാരം കഴിഞ്ഞില്ലേ? പോകായിരുന്നു. ആരതി, നിങ്ങളവിടെ എന്തെടുക്കാ? സൂര്യ പോവാൻ തിരക്ക് പിടിക്കുന്നു. ആ, നന്ദിനി എവിടെ? ഇറങ്ങി വാ, നാണിക്കത് ഇറങ്ങി വാ.